ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ചോക്ലേറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ്റെ വർക്കാണ് ചെയ്യുന്നത്. ഈ ഒരു കാർഡ് നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഇൻവിറ്റേഷൻ കാർഡിൻ്റെ ഒരു ഔട്ടർ കവറിങ് ആണ്. ടെക്സ്ചർ ഷീറ്റിലാണ് ഞാനത് ചെയ്തെടുത്തിട്ടുള്ളത്. ടെക്സ്ചർ ഷീറ്റുകൾ നമുക്ക് നോർമലി ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളിൽ കിട്ടും, അല്ലെങ്കിൽ വെഡ്ഡിങ് കാർഡ്സിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന ഷോപ്പുകളിൽ അന്വേഷിക്കുകയാണെങ്കിലും നമുക്കിത് അവൈലബിൾ ആയിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു കാർഡിൻ്റെ ജസ്റ്റ് ഒരു 1/3 പോർഷൻ എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്യാണ്. നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ കാർഡിൽ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ചോക്ലേറ്റ്സ് ഓൾറെഡി ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ റാപ്പ് ചോക്ലേറ്റ്സ് ആണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡ് അതിനുള്ളിൽ പ്ലേസ് ചെയ്യുക. ഇനി അതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ഡബിൾ സൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ഞാനൊരു ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക്, വൈറ്റ് അങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്ന രീതിയിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സപ്പോസ് നമുക്ക് ആ ഒരു കളർ ടെക്സ്ചർ ഷീറ്റ് അവൈലബിൾ അല്ല, ഒരു പെർട്ടിക്കുലർ കളർ നമ്മുടെ അടുത്ത് കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനാണെങ്കിൽ പോലും നമുക്കൊരു പെർട്ടിക്കുലർ കളർ വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്ചർ ഷീറ്റ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. അതിൽ നമുക്കിപ്പോൾ ഏത് കളറാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു കളർ നമ്മൾ ചൂസ് ചെയ്ത ശേഷം ഒരു A3 സൈസിൽ ജസ്റ്റ് ആ ഒരു പ്ലെയിൻ കളർ ആഡ് ചെയ്തിടുക. നമുക്ക് പ്രിൻറ്റുകൾ തന്നെ പല ടൈപ്പ് പേപ്പറിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടെക്സ്ചർ ഷീറ്റിൽ നമുക്ക് ഇത് ചെയ്ത് തരാനായിട്ട് പറയുകയാണെങ്കിൽ നമുക്കങ്ങനെ ടെക്സ്ചർ ഷീറ്റിൽ ഈ ഒരു കളർ പ്രിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള ആ സൈസ് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു സാറ്റിൻ റിബൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്